ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ പിങ്കിനെയും ഗൗതമിനെയുമാണ് കാണിക്കുന്നത്. അങ്ങനെ പിങ്കിയും ഗൗതമും തമ്മിലുള്ള സംഭാഷണം വേറൊന്നുമല്ല. പിങ്കിക്ക് ഇപ്പോഴും ഗൗതമിനോട് ഭയങ്കരമായിട്ടും ഇഷ്ടവും അതുപോലെ തന്നെ ഒരു ഭ്രാന്തും ഒക്കെയാണ്. പക്ഷേ നമ്മുടെ ഗൗതമിനോ പിങ്കിയോട് താല്പര്യമൊന്നുമില്ല. ഗൗതമിന് ഇപ്പോഴും മനസ്സിൽ നമ്മുടെ നന്ദ തന്നെയാണ്. അപ്പൊ നന്ദയെക്കുറിച്ചുള്ള ഓർമ്മകളും ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ ആയിട്ട് കഴിയാനാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ നന്ദൂട്ടനെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നന്ദു എന്ന് വെച്ചാൽ ജീവന്റെ ജീവനാണ്. നന്ദു അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പിങ്കി അവിടെ നിർത്തിയിരിക്കുന്നതും പിങ്കിയെ ഭാര്യയായിട്ട് അംഗീകരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, ഭാര്യയായിട്ട് അഭിനയിപ്പിക്കുന്നതും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പിങ്കി ആവർത്തിച്ച് പണ്ടൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകൂ, നമ്മളിങ്ങനെ രണ്ടായിട്ട് ജീവിക്കേണ്ടവരല്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ ഇങ്ങനെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഗൗതം അതിലൊന്നും വീഴുന്നില്ല. തന്റെ ഭാര്യയുടെ ഓർമ്മകളായിട്ട് കഴിയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നീ എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്, ആ ഒരു സ്ഥാനത്തല്ലാതെ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിമോളെയാണ് കേട്ടോ. അപ്പൊ ഗൗരിമോള് ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഗൗരിമോൾക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും നന്ദൂട്ടനെ കാണണം, അതുപോലെ തന്നെ അച്ഛനെ കാണണം. അപ്പൊ എല്ലാം കൊണ്ടും അങ്ങോട്ട് ആ കുട്ടി ഡിപ്രഷൻ അടിച്ചിരിക്കുക. അപ്പോഴത്തേക്കാണല്ലോ നമ്മുടെ നിർമ്മലിന്റെ വരവ് കേട്ടോ. അപ്പൊ നിർമ്മലും ഇവരും തമ്മിൽ ഇപ്പോഴും ഒരു കോണ്ടാക്റ്റും. നമ്മുടെ നിർമ്മല ഇടയ്ക്ക് വരികയും നന്ദയെ കാണുകയും ഗൗരിമോളെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നന്ദയുടെ ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത്, ആശ്രയം മീൻസ് ഒരു ബന്ധു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നിർമ്മൽ മാത്രമാണ് ഉള്ളത്. അങ്ങനെ നിർമ്മൽ അവിടെ വരുന്നു. അപ്പൊ അവിടെ സർവന്റിന്റെ അടുത്താണ് ആദ്യം വരുന്നത്. അപ്പൊ സർവന്റ് മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ സർവന്റിനോട് പറയുന്നു, ഞാൻ നല്ല മൊയിലിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്, വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി നല്ല കുരുമുളകൊക്കെ ഇട്ട് പെരട്ടി അങ്ങോട്ട് വെച്ചാണ്ടല്ലോ, ഒരു പറ ചോറിനാൻ പറ്റുമോ, എളുപ്പം ആയിക്കോട്ടെ എന്ന് പറയുമ്പം, അല്ല ഇതത്രയ്ക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണോ സാറിന് ചോദിക്കും. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാന്നേ. അല്ല സാറിന് ഇവിടെ കാണുമോ, പെട്ടെന്ന് പോകുവാണെങ്കിൽ പിന്നെ എപ്പോഴും വരുമ്പോ അങ്ങനെയാണല്ലോ, ഞാൻ ഇന്നിവിടെ കാണും, ഇന്ന് ഗൗരിമോളുടെ ഒപ്പം ഞാൻ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നേരെ ഗൗരിമോളെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ഗൗരിമോളെ എന്ന് വിളിച്ചോണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഗൗരി ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ. ഗൗരി ആണെങ്കിൽ അല്ലെങ്കിലും എനിക്കറിയാം എന്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് എന്റെ നന്ദൂട്ടനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും, എന്ത് പറ്റി ഗൗരിമോൾക്ക് ഇന്നൊരു ഗൗരവം, ഈ പേര് പോലെ ഇച്ചിരി ഗൗരവത്തിലാണല്ലോ, എന്ത് പറ്റി ഗൗരിമോളെ നിനക്ക്? അതെ, നിന്റെ ഈ പിണക്കമൊക്കെ മാറ്റാൻ വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു സാധനവും വേണ്ട, അങ്കിള് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ തലയും കുത്തി നിൽക്കണോ, ഒന്ന് പോകുന്നുണ്ടോ? മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഗൗരിമോൾക്ക് എന്താ ഇതിന് മാത്രം ടെൻഷൻ? അത് പിന്നെ എന്റെ ഫ്രണ്ടിനെ കാണാനാ, അവനെ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അവന്റെ പേരെ നന്ദൂന്ന, അവനെ എനിക്ക് ഒത്തിരി ഇഷ്ടാ, അവൻ പോയി, എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോഴത്തേക്കും പറഞ്ഞു, ഫ്രണ്ടിനെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, അപ്പൊ ദൈവം സാധിച്ചു തരും. ആണോ? നമുക്ക് ആഗ്രഹമുള്ളവരെ കാണാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അത് സാധിച്ചു തരുമോ? എങ്കിൽ പിന്നെ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കാം, എത്രയും പെട്ടെന്ന് എന്റെ അച്ഛനെ കാണാൻ പറ്റണേന്ന്, എനിക്ക് എന്റെ അച്ഛനെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ട് അങ്കിളെ, അപ്പം ദൈവം അത് സാധിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നിർമ്മലിന് സത്യം പറഞ്ഞ ഒരു ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ആ കുട്ടിയുടെ മുമ്പിൽ. ഇത് കേട്ടുകൊണ്ട് നന്ദയും നിപ്പുണ്ട്. നന്ദയ്ക്കും വല്ലാത്തൊരു അവസ്ഥ തോന്നുക. കാരണം ഇത്രമാത്രം നമ്മുടെ നന്ദു അച്ഛനെ മിസ് ചെയ്യുന്നു. ഇനിയിപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയും കൂടിയാണ്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഗൗരി എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഗൗരിയുടെ സ്വഭാവം ഏകദേശം നന്ദേനെയും ഗൗതമിനെയൊക്കെ പോലെ തന്നെയാണ്. അപ്പൊ ഇവരെ പോലെ ആയതുകൊണ്ട് തന്നെ കുട്ടി കുറച്ച് ബോൾഡാണ്. അപ്പൊ കുട്ടി തിരക്കി പോകും, കണ്ടുപിടിക്കുന്നൊക്കെ നിർമ്മലിനറിയാം, നന്ദയ്ക്കും അറിയാം. പക്ഷെ നന്ദ ഇപ്പോഴും വെറുക്കുക തന്നെയാണ് ഗൗതമിനെ. നന്ദ പറയുന്നില്ല ഗൗതമാണ് അച്ഛനെന്നോ, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും പറഞ്ഞില്ല. മരിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ ജീവിച്ചിരിക്കുന്ന ഒരാളെ. അപ്പൊ മരിച്ചെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതും കൊണ്ട് തന്നെ നമ്മുടെ ഗൗരിക്ക് ഭയങ്കര വിഷമം തന്നെയാണ്. അപ്പൊ നിർമ്മല് പറയുന്നുണ്ട്, അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ദൈവം അത്ര പെട്ടെന്നൊന്നും സാധിച്ചു തരില്ല, മോൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്, മോളിപ്പോ ആ കാര്യമൊക്കെ ഇങ്ങ് മറന്നേ, മോൾക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഡിങ് ഡിങ് ഡിങ്, ദേ കണ്ടോ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചപ്പോ, എനിക്ക് ഐസ്ക്രീം വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് എന്റെ കൂട്ടുകാരനെയും എനിക്ക് എന്റെ അച്ഛനെയൊക്കെ കണ്ടാൽ മതി,
എല്ലാവർക്കും അച്ഛനുണ്ടല്ലോ, എനിക്ക് മാത്രമാണല്ലോ അച്ഛനില്ലാത്തത്. ഞാൻ ചോദിക്കുമ്പം ഇവിടെ ഒരാളാണെങ്കിൽ അച്ഛനെ കുറിച്ച് പറഞ്ഞു പോലും തരുന്നില്ല. എനിക്കറിയാം എല്ലാം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വിഷമത്തോടു കൂടി ഇരുന്നിട്ട് ആ ഗൗരി അങ്ങ് എണീറ്റ് പോവാണ്. എന്നിട്ട് നമ്മുടെ ഗൗരി ആണെങ്കിൽ പോകുമ്പോഴത്തേക്ക് നിർമ്മല ചെന്ന് സമാധാനിപ്പിച്ച് ഒരു വിധത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വിഷമമൊക്കെ തൽക്കാലം മറക്കണുണ്ട്. എങ്കിൽ പോലും നമ്മുടെ നിർമ്മൽ വന്ന് നന്ദയോട് കാര്യങ്ങളൊക്കെ പറയാണ്. നന്ദ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അവളിപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. അവൾ ഒരച്ഛനില്ലാത്ത കുട്ടിയാണെന്നുള്ള ചിന്ത അവൾക്ക് ഇപ്പോഴുണ്ട്, മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് മാറ്റണമെങ്കിൽ അത് നന്ദയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തിനാണ് ഈ വാശി പിടിച്ചിരിക്കുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാകും. എനിക്കിപ്പോഴും ഗൗതം സാറിന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഗൗതം സാറിന്റെ മനസ്സിൽ നന്ദയല്ലാതെ വേറെ ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിർമ്മല് പറയുക, എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛനെ അങ്ങ് കാണിച്ചു കൊടുത്തൂടെ? അച്ഛൻ ട്രിവാൻഡ്രത്തുണ്ട്, അല്ലെങ്കിൽ അച്ഛനെ പോയി കണ്ടൂടെ? ഗൗതമിനെ പോയി കണ്ടൂടെ നന്ദയ്ക്ക് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും, ഇല്ല അതെനിക്ക് സാധ്യമല്ലെന്ന് പറയുമ്പം, എങ്കിൽ പിന്നെ ഞാൻ പോയി ഒന്ന് കാണട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട നിർമ്മൽ, നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിരുന്നു, ദേ ഈ ബന്ധം തുടർന്ന് പോകണമെങ്കിൽ, നിന്നെ ഞാൻ എൻ്റെ ഒരു സഹോദരന്റെ സ്ഥാനത്ത് കാണണമെങ്കിൽ ഒരു കാര്യം മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഈ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടോ, എൻ്റെ മോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആരും അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് ഗൗതവും അവിടുത്തെ ഇന്ത്യ വരത്തിലെ കുടുംബക്കാരും അറിയരുത്. പിന്നെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അത് നിർമ്മലിനെ അറിയില്ലായിരിക്കാം. പക്ഷേ നിർമ്മല് ഗൗതമിനെ അന്വേഷിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗൗതമിനെ അന്വേഷിച്ചു പോയിരുന്നു. അവിടെ എനിക്ക് കാണാൻ സാധിച്ചതേ എന്താണെന്നറിയാമോ? എന്നെ വേദനിപ്പിക്കുന്ന കുറച്ച് കാഴ്ചകളാണ്. അതൊരു കേട്ടുകേൾവി മാത്രമല്ല, ഞാൻ കണ്ടറിഞ്ഞ കാഴ്ചകൾ. അറിയാമോ, ഇപ്പോഴും എന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്നല്ലേ നിർമ്മല് പറയുന്നത് ഗൗതം? പക്ഷേ ഇല്ല, ഇപ്പൊ ഒരിക്കലും എന്നെയല്ല മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പിങ്കിയെ ഭാര്യയായിട്ട് അംഗീകരിച്ച് അവർ വിവാഹം കഴിച്ച് ഒരുമിച്ച് ഇന്ത്യ വരെ തറവാട്ടിൽ തന്നെ താമസിക്കുകയാണ്. അതിന്റെ ഇടയിലേക്ക് ഞാൻ കയറി ചെല്ലണമെന്നാണോ നിർമ്മൽ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിർമ്മൽ ഞെട്ടിപ്പോവാം. എന്താ നന്ദ ഞാൻ ഈ കേൾക്കുന്നത്? പിങ്കിയെ വിവാഹം കഴിച്ചെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ, കാരണം ഞാൻ നേരിൽ കണ്ട കാഴ്ചകൾ തന്നെയാണ്. അതെല്ലാം മനസ്സിൽ പതിഞ്ഞതാണ്. അതുകൊണ്ടാ എന്തിനാ എന്റെ മോളെ വേണ്ടാത്ത ഒരച്ഛനെ ഞാൻ തേടി പിടിച്ച് കണ്ടുപിടിച്ച് എന്റെ മോൾക്ക് കൊടുക്കുന്നത്? അതിലും നല്ലത് അച്ഛനെ അറിയാതെ അച്ഛന് അവളോട് സ്നേഹമുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അവൾ ജീവിക്കുന്നതല്ലേ. അതല്ലേ നല്ലത്? എന്തിനാണ് എന്റെ മോളെ ഞാൻ വെറുതെ വേദനിപ്പിക്കുന്നത്? ഗൗതം എന്നല്ല, നിർമ്മൽ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ നന്ദ അങ്ങ് പോവുകയാണ്. ഏതായാലും നന്ദയ്ക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോഴും നമ്മുടെ ഗൗതം പിങ്കിയെ സ്നേഹിക്കുന്നുണ്ട്, അവരൊരുമിച്ചാണ് ജീവിക്കുന്നത്, അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. നന്ദ മരിച്ചപ്പോഴത്തേക്കും പിങ്കിയെ നന്ദയുടെ സ്ഥാനത്ത് അംഗീകരിച്ചു എന്നൊക്കെ ഒരു വിചാരം കൊണ്ടാണ് കേട്ടോ നമ്മുടെ നന്ദ ഗൗതമിനെ ഇത്രമാത്രം വെറുക്കുന്നതും ഗൗരിയും ഗൗതമിനെയും കണ്ടുമുട്ടാനോ അവരെ അകറ്റി നിർത്തുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ പിന്നെ കാണിക്കുന്ന നമ്മുടെ ഇന്ദീവരം തറവാടാണ്. ഇന്ദീവരം തറവാട്ടിലായിക്കോട്ടെ നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര വിഷമവും പ്രയാസങ്ങളും ഒക്കെ തന്നെയാണ്. ഗൗതമിന്റെ കാര്യം ഓർത്തിട്ട് ജീവിതം അങ്ങും ഇങ്ങും എത്താതെ ആ ഗൗതമിന്റെ ജീവിതം ഉരുകി തീരുകയാണല്ലോ. അങ്ങനെ നമ്മുടെ ഗൗതമിനെ വിളിച്ചിട്ട് ലക്ഷ്മി കുറെ സംസാരിക്കുകയാണ്. മോനെ, നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഒരിക്കലും. നീ ഒരു പെൺകുട്ടി നിനക്ക് വേണ്ടി ഈ വീട്ടില് കാത്തിരിപ്പുണ്ടെന്ന് നീ മനസ്സിലാക്കണം. അവളുടെ ജീവിതം കളഞ്ഞിട്ടാണ് നിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി അവൾ നിന്റെ കൂടെ ജീവിക്കുന്നത്. അതെങ്കിലും പരിഗണിച്ച് നിനക്ക് അവളെ ഒന്ന് സ്നേഹിച്ചുകൂടെ, ചേർത്ത് പിടിച്ചുകൂടെ, ഭാര്യയായിട്ട് അംഗീകരിച്ചുകൂടെ? നീ ഇനി ആരെ കാത്തിരിക്കുകയാണ്? മരിച്ചു പോയവരെ ഓർത്ത് നിന്റെ ജീവിതം കളയേണ്ടതുണ്ടോ? അത് കളയാനാണോ അമ്മ നിന്നെ വളർത്തി ഇത്രയും വലുതാക്കിക്കൊണ്ട് വന്നത്? എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതെങ്കിലും നിനക്ക് സാധിച്ചു തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒരു അമ്മുമ്മയായില്ലേ, അമ്മയ്ക്കിപ്പോ ഒരു കൊച്ചുമകനില്ലേ, ഇതിൽ കൂടുതൽ എന്താ അമ്മയ്ക്ക് വേണ്ടത്? നീ പറയുമ്പോ ഒറ്റ വാക്കുകൊണ്ട് എല്ലാം തീരും, പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ലല്ലോ. സത്യം എന്നും സത്യം തന്നെയല്ലേ എന്ന് പറയുമ്പോ അതെ, സത്യം എന്നും സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ പിങ്കിയുടെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അത് സത്യത്തിന്റെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. പിങ്കിയുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരിക്കലും എനിക്ക് എന്റെ നന്ദയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളയാൻ പറ്റില്ല. നന്ദയെ മാത്രമല്ല എന്റെ കുഞ്ഞിനെയും എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് നിന്റെ ജീവിതം നശിച്ചത്. അവള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അന്നു മുതൽ തുടങ്ങിയതാ നിന്റെ ദുരന്ത ജീവിതം. പറയുന്നത് കേൾക്കാതെ അവൾ ഇറങ്ങിപ്പോയി. ആ കുഞ്ഞ് ജീവൻ വരെ പോയി. രണ്ടുപേരും മരിച്ചുപോയി. അവള് കാരണം നിന്റെ ജീവിതം മരിച്ചു. എന്നിട്ട് വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക അവൾ എന്റെ മകനെ. അപ്പം വീണ്ടും നമ്മുടെ ഗൗതം പറയുകയാണ്, വേണ്ടമ്മേ, വെറുതെ മരിച്ചവർ വെച്ച് അമ്മ ഓരോന്ന് പറയണ്ട. എന്നെ നന്ദയെ മറക്കാനോ വെറുക്കാനോ ഒന്നും എനിക്ക് അത്രയ്ക്ക് പെട്ടെന്ന് കഴിയില്ല. അത് എന്റെ ഈ ആയുസ് മുഴുവൻ തീരുന്നത് വരെ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ നന്ദയെ കാണത്തുള്ളൂ.
അതിപ്പോ ആർക്ക് നിർബന്ധിച്ചാലും അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അങ്ങ് പോവുകയാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ലക്ഷ്മി ഉള്ളത്. ലക്ഷ്മിയുടെ ഒക്കെ മനസ്സിൽ നമ്മുടെ പിങ്കിയെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണമെന്നാണ്. കാരണം മരിച്ചുപോയ ഒരാളെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ടതല്ലല്ലോ ജീവിതം. മരിച്ചവർ മരിച്ചു, ജീവിക്കേണ്ടവർ ജീവിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പിങ്കിയുമായിട്ട് ഒത്തൊരുമിച്ച് പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നന്ദ ജീവിച്ചിരിക്കുന്ന കാര്യം ലക്ഷ്മിക്കും അറിയില്ല. അത് വേറെ കാര്യം. ഏതായാലും മരിച്ചവർ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ നന്ദയുടെ കുഞ്ഞും തിരിച്ചു വരുമ്പോൾ അതൊരു അവിശ്വസനീയമാകാം. ഇനി ചിലപ്പോൾ ആ കുഞ്ഞ് ആരുടെ ആയിരിക്കാം എന്ന് വരെ ചില ചോദ്യങ്ങൾ വന്നിരിക്കാം. അതിൽ കൂടെയൊക്കെ നമ്മുടെ നന്ദ, ആ ഒരു പരീക്ഷണത്തിലൂടെയൊക്കെ നമ്മുടെ നന്ദ കടന്നു പോകേണ്ടി വന്നിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ ഗൗതം വിട്ട് കളയില്ല, നന്ദയെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജഗന്നാഥൻ ഉണ്ടല്ലോ, ജഗന്നാഥനല്ല, സോറി, മഹേശ്വരൻ, നമ്മുടെ ഗൗതമിന്റെ അച്ഛൻ മഹേശ്വരൻ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ്. പേരക്കുട്ടിയെ കുറിച്ചൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ ലക്ഷ്മി ഇതൊന്നും മിണ്ടാതെ എന്തൊക്കെയോ ചിന്തിച്ചു വർക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മഹാദേവനല്ല, സോറി, പേര് പെട്ടെന്ന് മാറിപ്പോ, നമ്മുടെ ഗൗതമിന്റെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താണ് നീ ഞാൻ സംസാരിച്ചു ഒന്ന് കേൾക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് എന്താണ് പറ്റിയത് ലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ എന്തോ ബോധം വീണിട്ട്, അത് പിന്നെ മഹേശ്വരേട്ടൻ എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലല്ലേ, എന്താ നിനക്ക് പറ്റിയത്? എന്ത് പറ്റാനാ, ഇനി പറ്റാനൊന്നും ഇല്ലല്ലോ, നമ്മുടെ മോന്റെ ജീവിതം ഇങ്ങനെ പാഴായി പോകുന്നതേ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിനെന്തെങ്കിലും ഒരു ഉചിതമായ തീരുമാനം എടുത്തേ പറ്റൂ. ഇനിയും എത്ര നാളാ അവൻ ഇങ്ങനെ ഉരുകി ജീവിക്കുന്നത്? എനിക്കൊരിക്കലും അതൊന്നും അംഗീകരിക്കാനോ സഹിക്കാനോ പറ്റുന്നതല്ല. എങ്ങനെയെങ്കിലും രണ്ടുപേരെയും ഒന്നിപ്പിക്കണം, അതാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടെ പിങ്കിനെയും ഗൗതമിനെയും ഒന്നാക്കാൻ നോക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇനി നമ്മുടെ നന്ദ കടന്നു വരാൻ പോകുന്നത്. നമ്മുടെ പിങ്കിക്ക് എപ്പോഴാണെന്ന് അറിയത്തില്ല പിങ്കിയുടെ മേത്ത് മൂദേവി ഭദ്രകാളിയൊക്കെ വന്ന് ഒരുമിച്ച് കയറുന്നത്. നമ്മുടെ നന്ദനെ കണ്ട അങ്ങനെയാണല്ലോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാട്ടോ വരാനിരിക്കുന്നത്. വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ വിശേഷങ്ങളാണ്. ആകാംക്ഷപൂർവ്വം നമുക്ക് കാണാൻ സാധിക്കുന്ന വിശേഷങ്ങളാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു സന്തോഷ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിലും മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിനി എന്നും നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും പ്രമോ വിശേഷവും ഫുൾ വിശേഷവും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ തുടർന്നുള്ള സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.